നമസ്കാരം. CPM ന്യൂനപക്ഷങ്ങളെ സംശയത്തിൽ നിർത്തുന്ന നിലപാടെടുക്കുന്നുവെന്നാരോപിച്ച് ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. MEC7 വിവാദം പൊട്ടിപ്പുറപ്പെട്ട കോഴിക്കോട്ടാണ് സംഭവം. MEC7 വ്യായാമ കൂട്ടായ്മയെ ആദ്യമായി വിമർശിച്ച കാന്തപുരം AP വിഭാഗം പിന്മാറിയതോടെ ഇസ്ലാമോഫോബിയ എന്ന ആരോപണം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയിലാണ് CPM. അതിനിടെ MEC7 പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തി. ഇന്നത്തെ വ്യായാമ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസും പങ്കാളിയായി. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് മോഹൻ ഭാഗവത്തിന്റെ സ്വഭാവവും ഭാഷയുമാണെന്ന് അബിൻ വർക്കി ആരോപിക്കുകയും ചെയ്തു. ഇന്ന് ഈ വിഷയമാണ്, ഇസ്ലാമോഫോബിയ എന്ന ആരോപണത്തെ CPM എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, ശ്രീ BN ഹസ്കർ ഇടത് സഹയാത്രികൻ, ശ്രീ ഫക്രുദ്ദീൻ അലി അധ്യാപകൻ, ശ്രീ ബാവ അറക്കൽ MEC7 പ്രതിനിധീകരിച്ച് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഹസ്കർ, നോക്കൂ, CPMന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അക്ബർ അലി, അദ്ദേഹം SFIയുടെ ഏരിയ തലത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റ് തലത്തിലും പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹം പാർട്ടി വിടുകയാണ്. അദ്ദേഹത്തിന് പാർട്ടി വിടാനായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാരണം ന്യൂനപക്ഷങ്ങളെ പാർട്ടി ഇരുട്ടിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിൽ ഇരകളാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, സംശയത്തിന്റെ മുലയിൽ നിർത്തുന്ന പ്രസ്താവനകൾ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നടത്തുമ്പോൾ ഞാൻ എങ്ങനെ CPM ആയി നിൽക്കുമെന്നാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ചോദിക്കുന്നത്. അപ്പോ അണികളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് CPM എത്തിയോ? അഭിലാഷ്, വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ പരത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും മോഹനമാഷിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞോളൂ. MEC7 സംബന്ധിച്ചിടത്തോളം MEC7ന്റെ പ്രവർത്തനങ്ങളെ രീതിയെ സംബന്ധിച്ച് 2012 ആരംഭിച്ച ആ MEC7ന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് 2022 ശേഷം 1000-ലധികം ശാഖകളിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് കൃത്യമായ ഒരു സംഘടനാ തലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണെന്ന് അതിനെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിഷ്കളങ്കമല്ലാത്ത തരത്തിൽ ഇത്ര അതിവേഗ ജൈവ പ്രക്രിയയ്ക്ക് വിരുദ്ധമായ ഒരു വളർച്ച MEC7 ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംശയകരമായ സാഹചര്യമാണ്. അത് കേവല സംശയം മാത്രമാണോ? അങ്ങനെ ഏതെങ്കിലും പോലീസ് റിപ്പോർട്ടോ ഇന്റലിജൻസ് റിപ്പോർട്ടോ അസ്വാഭാവികമായി ഒരു കൂട്ടായ്മ വളരുന്നു എന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ യാതൊരു ഇൻപുട്ടും നമുക്കാർക്കും ലഭ്യമല്ല. CPMന്റെ ജില്ലാ സെക്രട്ടറിക്കും ചില സംഘടനാ നേതാക്കൾക്കും തോന്നുകയാണ് ചില സംശയങ്ങൾ. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ പ്രാമുഖ്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മുഖ്യ കാർമ്മികത്വത്തിലുള്ള എല്ലാ ഏർപ്പാടുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടാകും, അതിൽ തീവ്രവാദം ഉണ്ടായേക്കും എന്നൊരു മനോനില എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതല്ലേ അതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അഭിലാഷി, അതിൽ മലപ്പുറത്തും മലബാർ മേഖലയിലും സ്വാഭാവികമായി നടക്കുന്ന ഏതൊരു കൂട്ടായ്മയിലും മുസ്ലിം സമുദായാംഗങ്ങൾ മുൻനിരയിലുണ്ടാവും. അതിൽ ഭൂരിപക്ഷം മുസ്ലിം അംഗങ്ങളായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിൽ മലപ്പുറം മേഖലകളിലും അതുപോലെ മലബാർ മേഖലയിലുമൊക്കെ വളർന്നു പന്തലിക്കുന്ന ഈ സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിലടക്കം ശാഖകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു സംഘടന ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കരുതിൽ. പക്ഷേ ആ സംശയിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും CPMന്റെയും നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വളം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിത്തിട്ടതുകൊണ്ട് ഇതിൻ്റെ ലാഭം കൊയ്യാൻ പോകുന്നത് സംഘപരിവാറാണെന്ന തിരിച്ചറിവ് CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേരിട്ട ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം പരമ്പരാഗത CPM വോട്ടുകളായിരുന്ന ഭൂരിപക്ഷ സമുദായാംഗങ്ങളുടെ വോട്ടുകൾ ചോർന്നത് മൂലമാണെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ മൂലം ഒരുപക്ഷെ ന്യൂനപക്ഷത്തെ അതിയായി പ്രീണനം നടത്തി എന്നൊരു തോന്നൽ ഭൂരിപക്ഷ സമുദായാംഗങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് പരമ്പരാഗത CPM വോട്ടുകൾ ചോർന്നു പോയത് എന്ന തെറ്റിദ്ധാരണയോ ആ വിലയിരുത്തൽ വന്ന പിശകോ ആയി അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് വിമർശകർ ചിന്തിച്ചു പോയാൽ അതിനെ കുറ്റം പറയാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കപ്പെട്ടിരിക്കുന്നു മോഹനമാഷിൻ്റേത് അടക്കമുള്ള പ്രസ്താവന. CPM നേതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തവും രാഷ്ട്രീയ ലൈനുമാണ് CPMനുള്ളത്. അപ്പോൾ ആ നിലപാടായിരിക്കണം CPM എല്ലാ കാലത്തും എടുക്കേണ്ടത്. അതിനപ്പുറം
ഏതെങ്കിലും പക്ഷത്തോടൊപ്പം നിൽക്കുകയും ആ പക്ഷത്തെ എതിർപക്ഷത്തെ വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംശയത്തിന്റെ നിഴലിൽ CPM എത്തപ്പെടും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. ശ്രീ ഷാഫി ചാലിയം, ഈ MEC-7 സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ ആദ്യം ഇത് പെടുന്നത് SYSന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ കാന്തപുരം വിഭാഗത്തിന്റെ മുഹമ്മദ് അലി കിനാലൂർ ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം ഈ MEC-7 പിന്നിൽ എന്താണെന്ന് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ അതേക്കുറിച്ച് കമന്റ് ഇടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിന്റെ ആത്യന്തിക ഔട്ട്പുട്ട് എന്നുള്ളത് MEC-7 എന്നുള്ളത് സലഫി ധാരയിലുള്ള അല്ലെങ്കിൽ സുന്നി ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു കൂട്ടായ്മയാണ്, അതിന് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഒക്കെ ആകാം എന്നൊരു നറേറ്റീവ് അവിടെ ആ നിലയിൽ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ പ്രക്രിയ, ഈ പറഞ്ഞ തർക്ക വിതർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാളുകളായി, കുറേ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണം എടുത്താൽ മതി, അങ്ങനെ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി അതിലൊരു അഭിപ്രായം പറയുന്നു. അതോടുകൂടി കളമാകെ മാറുകയാണ്. പിന്നെ ഇസ്ലാമോഫോബിയയായി, മുസ്ലിം വിരുദ്ധതയായി, ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കലായി, എല്ലാ കുറ്റവും CPMന്റെ തലയിൽ വന്ന് വീഴലായി. യഥാർത്ഥത്തിൽ ഇത് കുറച്ചു കാലമായിട്ടുള്ളൊരു ഡിസ്കോഴ്സ് അല്ലേ? അതിൽ CPM ജില്ലാ സെക്രട്ടറി വന്ന് വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ വിവാദത്തിന്റെ മൊത്തം പിതൃത്വം മോഹനൻ മാസ്റ്റർക്കാണോ? കേൾക്കാം. അതായത് അങ്ങ് ഇപ്പൊ പറഞ്ഞത് പിന്നെ കാന്തപുരം സമസ്ത വിഭാഗത്തിന്റെ ഒരു യുവജന നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് മോഹനൻ മാഷെടുത്ത് ഉപയോഗിച്ചോട് കൂടി ആകെ വിഷയമായി. ഈ ലെവലിലാണ് നിങ്ങൾ ഇതിനെ കണ്ടത്. ഏതായാലും ഈ കാന്തപുരം വിഭാഗം സമസ്തക്കൊരു ശൈലി, അതിൻ്റെ പിന്നെ പോഷഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ്. തീർച്ചയായും മുസ്ലിം സമുദായത്തിലെ തന്നെ പല വിഭാഗവുമായും ചില അകലങ്ങൾ പുലർത്തിപ്പോരുന്ന ഒരു സംഘടനയാണ്. അപ്പൊ തീർച്ചയായിട്ടും തങ്ങളുടെ അനുയായികൾ അവർക്ക് തന്നെ യോജിപ്പില്ലാത്ത, അവരകലം പാലിക്കുന്ന സംഘടനയിലെ ആളുകളൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയിൽ പോയാൽ അത് വല്ല പ്രയാസം ഉണ്ടാക്കുമോ എന്ന ഒരു ആശങ്കയാണ് അവർ പങ്കുവച്ചത്. അല്ലാതെ അവരതിന്റെ പിന്നിൽ സംഘപരിവാറോ അല്ല ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ നേരിട്ട് പറഞ്ഞതായി എന്റെ അറിവിലില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ തന്നെ പേരോട് പിന്നെ സഖാഫി എന്ന പണ്ഡിതനും ഒരു ആശങ്ക പറഞ്ഞു. പക്ഷെ ഈ രണ്ട് ആശങ്കകൾക്ക് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനും ആയ പിന്നെ അസ്ഹരി, അദ്ദേഹം ഹക്കീം അസ്ഹരി, ആ ഉസ്താദ് അല്ല, അദ്ദേഹം കുറച്ച് വ്യക്തത വരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ല, എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഇത് മുസ്ലിം സമൂഹത്തിനിടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇപ്പോ ഒരു മുജാഹിദുകാരൻ സലാം ചൊല്ലിയാൽ സുന്നിയായ ഒരാൾ സലാം മടക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചില പരിസരങ്ങളിൽ നിന്ന് വികസിച്ച് വന്ന ഒരു ടോക്കിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞതോടെയാണല്ലോ ഇസ്ലാമോഫോബിയ ആയി മാറിയത്. അല്ലാതെ ഇത് നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയിൽ ഒരു അഭിപ്രായം വന്നതോടെ ഇത് മൊത്തം അദ്ദേഹം ഉണ്ടാക്കിയതാണ്, അദ്ദേഹം ഒരു മോഹൻ ഭാഗവത്തിന്റെ പ്രതിനിധിയാണെന്നുള്ള മട്ടിൽ കാര്യങ്ങൾ കാണണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇല്ല, അഭിലാഷിന്റെ ചോദ്യത്തിൽ ഞാൻ ഈ പറഞ്ഞവർക്ക് അനാവശ്യമാണെങ്കിൽ അഭിലാഷിന്റെ ചോദ്യത്തിൽ ഈ പറഞ്ഞ കിനാലൂരിനെയും കാന്തപുരം വിഭാഗത്തിനൊക്കെ ഇൻസർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞാൻ വെറുതെ അവിടെ പോവോ? നിങ്ങളിതൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ അവലോകനം ചെയ്ത് പോയാൽ എന്റെ ബാധ്യതയാണ്. അപ്പോൾ എന്നെ ഉത്തരം പറയാൻ നിങ്ങൾ സമ്മതിക്കാം. ഞാൻ ആ മാറ്റർ ഈ ഹക്കീം അസ്തരി ഉസ്താദ് വന്ന് വളരെ ക്ലാരിറ്റിയിൽ പെടുത്തി. അദ്ദേഹം ഈ ചടങ്ങിൽ ഈ പിന്നെ MEC-7ന്റെ ഈ വ്യായാമ സദസ്സിൽ വന്ന് ഫെലിസിറ്റേഷൻ വരെ നൽകി. അതുകൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതൊക്കെ അപ്രസക്തമായി. അപ്പൊ അക്കോട്ട് നമുക്ക് മാറ്റി നോക്കാം. മോഹനൻ മാഷ് എന്താ പറഞ്ഞത്? മോഹനൻ മാഷ് കടന്ന് ഇവിടെ എത്തി ഞങ്ങൾ കൂടി. അദ്ദേഹം അതിനെ ഒരു ഫ്യൂച്ചർ തന്നെ അദ്ദേഹം തലശ്ശേരിയിലെ കൊടിയേരി സഖാവിന്റെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സാധനത്തിനെ വർണ്ണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ ഭൗതിക കേന്ദ്രം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മുഴുവനും ഇവിടെ പെരുകുന്നു, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകാൻ പോകുന്നു, അങ്ങനെ വന്നാൽ ഹിന്ദുക്കൾ ഈ രാജ്യം വിട്ടു പോവില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് ആരാണ്? CPMന്റെ ഒരു നേതാവിൽ നിന്ന് അഭിലാഷും അസ്കറും ഒക്കെ ഇത്തരം വാർത്തകൾ കേൾക്കും. അതിന് അസ്കർ തന്നെ തുടക്കത്തിൽ അഡ്വക്കേറ്റ് അസ്കർ തന്നെ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ന്യൂനപക്ഷ പ്രീണനം നടത്തി നോക്കിയതാണ്, പക്ഷെ അത് ഏശിയില്ല. മാത്രമല്ല കുറെ വോട്ട് ഞങ്ങൾക്ക് BJPക്ക് പോവുകയും ചെയ്തു. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി
പറഞ്ഞതാവും എന്നൊരു ധാരണ ഉണ്ട്. ശരിക്കും അസ്കർ ഇടത് നിരീക്ഷകനല്ല, മനസ്സിലായോ? എന്തായാലും വളരെ യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് തന്നെയാണ് അസ്കർ സംസാരിച്ചത്. ഞാൻ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് വിദ്വാൻമാരാണ് ഈ ആശയം 2012 കൊണ്ടുവന്നത്. അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ കൂടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ രണ്ട് വ്യക്തികൾ ആരാണെന്ന് പറയുന്നത് CPM-ന്റെ ദൃഷ്ടിയിൽ പൗരപ്രമുഖരാണ്. പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ മന്ത്രിപ്പട മൊത്തം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ബസ്സിൽ പോയ കഥ നമ്മൾ കണ്ടത്. അതിൽ ഓരോ ജില്ലയിലും പൗരപ്രമുഖർക്ക് ഒരു വിരുന്ന് കൊടുത്തു. ആ പൗരപ്രമുഖ പട്ടികയിൽ ഞങ്ങളെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചില്ലറ ആളുകൾ ഉൾപ്പെടുത്തി. കുറച്ച് സാധുക്കൾ അതിൽ പോയവരെ മുഴുവൻ കോൺഗ്രസും പുറത്താക്കി, ഞങ്ങൾ പുറത്താക്കി. ഇതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് പങ്കെടുക്കാൻ യോഗ്യത കണ്ട പൗരപ്രമുഖരാണ് ഒന്ന് ഇവിടെ ഇരിക്കുന്ന മിസ്റ്റർ ബാബാ സാഹിബ് അറക്കലും, ഒന്ന് ഇതിന്റെ ഫൗണ്ടറായ ആ റിട്ടയർഡ് സൈനികൻ. അപ്പം പിണറായി വിജയനും കേരള സർക്കാരും CPM-മായി ആലോചിച്ചിട്ടുള്ളവർക്ക് ചെയ്യാം. അപ്പൊ അവർ പൗരപ്രമുഖരായി സ്വീകരണം കൊടുക്കാൻ കാരണം എന്താണ്? ഇവരെങ്ങനെയാണ് പൗരപ്രമുഖരാകുന്നത്? ഈ MEC7 എന്ന ഒരു പരീക്ഷണം, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 മുറകൾ. അപ്പൊ ഇങ്ങനൊരു നൂതന ആശയം കൊണ്ടുവന്ന് ഒരുപാട് ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് വഴി പൗരപ്രമുഖരായ ആളുകളെ ആദരിച്ച ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നു ഇതിന്റെ പിന്നിൽ എന്താണ്, ഇതിന് പിന്നിൽ ഇന്ന ആളുകളുണ്ട്. ഇനി അദ്ദേഹം ഒരു പക്ഷേ അതിന് പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാനിപ്പോ അഭിലാഷിന്റെ തന്തക്ക് പറയുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാണ്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അമ്മാവനെ പറയാനായി. പക്ഷേ നിങ്ങളെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ ഈ പ്രേക്ഷക കയ്യിൽ ഒരു മാനസികോമീറ്റർ ഉണ്ടോ അഭിലാഷേ? ഇല്ലല്ലോ, വായിന്ന് വന്നതല്ലേ നമ്മൾ വിലയിരുത്തപ്പെടുക. സത്യത്തിൽ മോഹൻ മാഷ് ചെയ്യേണ്ടത്, ഞാൻ ആ സംഘടനയെ തെറ്റായി ധരിച്ചു, ആരോഗ്യം തെറ്റിദ്ധരിച്ചു, ഞാൻ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. ഇത് വളരെ ആവശ്യമാണ്, വെരി എസെൻഷ്യൽ ആണ് നമ്മുടെ നാട്ടിൽ. കാരണം ഈ ജീവിത എല്ലാവരും ഒരു മിനിറ്റ് കൂടി പൂർത്തിയാക്കി. അപ്പൊ ഞാൻ മോഹൻ മാഷിനെ കുറിച്ച് ഞാൻ പറയും. മോഹൻ മാഷ് എന്ത് വന്നാലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സെക്യുലർ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ എന്നാരോ ഒന്ന് തെറ്റിദ്ധരിച്ചു, ഞാനത് ആഴത്തിൽ പഠിച്ചു നോക്കുമ്പോൾ ഇത് നമ്മളൊക്കെ അംഗീകരിച്ച, നമ്മളൊക്കെ എന്താണ് ആശംസിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരു സാധനമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അപ്പടി വിഭജിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മോഹൻ മാഷ് മഹാനാകുമായിരുന്നു, അല്ലേ? അത്തരം ആളുകളെ മലയാളികൾക്ക് ബഹുമാനിക്കുന്ന പതിവാണല്ലേ. ഞാൻ എന്റെ നാട്ടിൽ ചാലിയത്ത് തന്നെ എന്റെ പല കൂട്ടുകാരും അതിലേക്ക് വിളിച്ചു. എന്റെ കൂട്ടുകാർ മൊത്തം ഇല്ലുണ്ട്. പക്ഷേ ഞാൻ അഭിലാഷിന് അറിയാമല്ലോ, ഞങ്ങൾ ഈ വൈകുന്നേരം ഈ അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ രാത്രി പരിപാടികൾക്കൊന്നും പോകാൻ സാധിക്കാറില്ല. അപ്പൊ അധികം പകലാ ഞങ്ങളെ പരിപാടി ഒക്കെ പുലർച്ചയ്ക്ക് ട്രെയിൻ അങ്ങോട്ട് പോകും. അപ്പൊ ഇതിൽ പോയാൽ കണ്ടിന്യൂ പോകണം. 2 ദിവസം പോയി 4 ദിവസം വരാതിരുന്നാൽ മോശം. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇന്ന് മോഹൻ മാഷ് ഇപ്പോൾ പറഞ്ഞു പിൻവലിച്ചു. പക്ഷേ മോഹൻ മാഷയുടെ അനുയായികൾക്കിടയിൽ ഇപ്പോഴും പല ഡൗട്ട് നമ്പ്യാരന്മാരുണ്ട്. അനുയായികളുടെ സംശയങ്ങളിലേക്ക് വരാം. ശ്രീ ബാബ അറക്കൽ, ഇവിടെ ഉയർത്തപ്പെട്ട ഒരു സംശയം 2012 രൂപം കൊടുത്തു. സാധാരണ നിലയിൽ സൈന്യത്തിൽ നിന്ന് വന്ന ഒരാൾ സ്വന്തം നാട്ടിലുള്ള ആളുകളെ, അവരുടെ ആരോഗ്യത്തെ ഒക്കെ കരുതി ഒരു മൂവ്മെന്റ് തുടങ്ങുന്നു, അത് വലുതാവുന്നു, സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ 2022 ശേഷം ഇത് വ്യാപകമായി ഇപ്പോൾ 1000-ലധികം ഗ്രൂപ്പുകളുണ്ട് തുടങ്ങിയവയാണ് ആരോപണ സ്വഭാവത്തിൽ പറയുന്നത്. 2022 ശേഷം അങ്ങനെ ഒരു പക്ഷെ ഞാൻ അതിനെ കാണുന്നത് കോവിഡിന് ശേഷം കുറച്ചുകൂടി ആളുകൾക്ക് ഒരു ഹെൽത്ത് കോൺഷ്യസ്നസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള നിലയിലാണ്. വ്യായാമം ചെയ്യാം, അതൊരു നല്ല കാര്യമാണല്ലോ, എല്ലാവരും വ്യായാമം ചെയ്യണമെന്ന് ഉപദേശിക്കുന്ന ആളുകളുമാണ്. ഈ 1000 ഗ്രൂപ്പുകൾ പെട്ടെന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 2022 ശേഷം ഉണ്ടായതിൽ ഉള്ള എക്സ്പ്ലനേഷൻ എന്താണ്? ഈ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സർ, അദ്ദേഹം 2010 റിട്ടയർ ചെയ്തു. 2 വർഷം ട്രഡീഷണലായിട്ട് യോഗ, അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രാക്ടീഷണർ കൂടിയായിരുന്നു. അപ്പം നാട്ടിൽ വന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു വ്യായാമം, ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കാരണം വിഷമിക്കുന്ന ഒരവസ്ഥയിൽ ആളുകൾ വ്യായാമം ചെയ്യട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ റൂട്ടൈൻ പ്രാക്ടീസിനോട് കൂടെ ചെയ്ത്, പിന്നീടാണ് ആളുകൾക്ക് സമയമില്ല, തിരക്കാണ്, പിന്നെ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കൂട്ടുകാരൊക്കെ ചേർന്ന് 10 വർഷത്തോളം നിരന്തരമായിട്ട് ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി 2012 കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. 2022 വരെ ഈ ഒരു 10 വർഷം നിരന്തരമായിട്ട് പല പരീക്ഷണങ്ങൾക്കും ഇത് വിധേയമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് ഏജിലുള്ള ആളുകളാണ് കൂടുതലും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അപ്പോഴും. അപ്പോൾ ഈ ആളുകൾക്ക് കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞ് അങ്ങനെ ഒരു അലുമിനി EMEA കോളേജിൻ്റെ ഒരു അലുമിനി മീറ്റിൽ വെച്ച്
അദ്ദേഹം തൻ്റെ അച്ചീവ്മെൻറ്റുകളൊക്കെ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു കാര്യം പറയുകയും എൻ്റെ സ്നേഹിതൻ ഉണ്ട് KT മുസ്തഫ, അവനിലൂടെ ഈ വിവരം ഞാൻ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹത്തിലെ എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകൾ, എല്ലാ പ്രൊഫൈലിലുമുള്ള ആളുകൾ, വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് രാവിലെ ഇങ്ങനെ ഒരു 25-30 മിനിറ്റ് വ്യായാമം ചെയ്യുകയും ഒന്ന് കൂടിയിരുന്ന് പിരിയുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ വ്യായാമം ചെയ്യാനുള്ള എളുപ്പവും അതേപോലെ തന്നെ എല്ലാവരുടെയും ആ നാട്ടുകാരുടെ ഒരു ഗ്യാതറിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സോഷ്യലൈസേഷൻ ഇന്ന് നമുക്കറിയാമല്ലോ, സാമൂഹ്യ മാധ്യമങ്ങളുടെ വള്ളിക്കെട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊന്ന് സോഷ്യലൈസ് ആയത് സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം, മുതിർന്നവർക്ക് അവരുടെ ടെൻഷൻ ഒറ്റപ്പെടൽ മാറാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ലക്ഷ്യത്തോടെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് കലാം മാസ്റ്റർ, അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ശിവാനന്ദൻ, അദ്ദേഹം NSSൻ്റെ ഒരു SNDPയുടെ ഒരു നേതാവ് കൂടിയാണ്. ഞങ്ങളടങ്ങിയ ഒരു ടീം, അയ്യപ്പൻ ഞങ്ങളൊരു ട്രെയിനറാണ്, ഞങ്ങളെല്ലാവരും കൂടി അടങ്ങിയ ഒരു ടീം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇതിനെ പെരുവള്ളൂരിലേക്ക് ആരംഭിക്കുകയും ചെയ്തു. ആരംഭിച്ച് ഈ എക്സസൈസിലേക്ക് കടന്നു വന്നത് ആദ്യം ഒരു 40-46 പേരാണ്. പിന്നീട് ഒരു 15 ദിവസമായപ്പോഴേക്ക് 180 പേര് വന്നു. പിന്നീട് ലേഡീസിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ ഒരു തുടങ്ങി, അവിടെയും ഏറെക്കുറെ 100-150ഓളം സ്ത്രീകൾ വരാൻ തുടങ്ങി. അപ്പോൾ പരിസര പ്രദേശത്ത് നിന്നൊക്കെ വന്ന ആളുകൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴും ഇതിൻ്റെ എളുപ്പം കണ്ടപ്പോഴും തങ്ങളുടെ നാട്ടിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അവിടെ നിന്ന് പഠിക്കൽ, ചെമ്മാട് പോലുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും, പിന്നെ നമുക്കറിയാം ഇത് കൊണ്ടോട്ടിയാണ് തുടങ്ങിയതിൽ കൊണ്ടോട്ടിയുടെ പരിസരങ്ങൾ, കീശേരി പോലുള്ള എല്ലാ മേഖലകളിലേക്കും അവിടെ വരുന്ന ആളുകൾ ഇത് കൊണ്ടുപോയി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറെക്കുറെ ഒരു വർഷം 2022 ഒക്ടോബർ 10 ആരംഭിച്ച ഒരു സംഭവം 2023 ഒക്ടോബർ ആയപ്പോഴേക്ക് ഏറെക്കുറെ 100ഓളം ബ്രാഞ്ചുകൾ, പിന്നീട് ഭയങ്കര എൻക്വയറി, ഈ റിസൾട്ട് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ ഇതിൽ എക്സസൈസിന് വരുന്ന ആളുകൾ, കാരണം എല്ലാം ലളിത വ്യായാമങ്ങളാണ്, യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ്പ് ബ്രീത്തിങ്ങും അക്യുപ്രഷറും മെഡിറ്റേഷനും ഫേസ് മസാജും അടങ്ങിയ വളരെ സിമ്പിളായിട്ടുള്ള ലളിത വ്യായാമങ്ങൾ, ജോയിൻറ്റിനെയൊക്കെ ഒന്ന് വാമപ്പാക്കി ശരീരത്തിലെ മസിലുകളൊക്കെ ചെറുതായി ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ പ്രായമുള്ള ആളുകൾക്ക് വേണ്ട രീതിയിൽ അവർ ഒരു ഫിറ്റ്നസ്. അപ്പോൾ ഇത് മറ്റുള്ള പരിസരത്തേക്ക്, പിന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രണ വിധേയമായ പലർക്കും തലകറക്കവും ഉത്കണ്ഠയും ടെൻഷനൊക്കെ മാറിയ ഫീഡ്ബാക്സുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഗ്രൂപ്പുകളിലൂടെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ എൻക്വയറി അനുസരിച്ച് ഇതിങ്ങനെ കാട്ടർ ചെയ്യാൻ ഞങ്ങളാൽ സാധ്യമല്ല. പിന്നെ ഈ ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രൊഫഷണലായി സലാഹുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിത് നടപ്പിലാക്കിയപ്പോഴും എൻക്വയറി ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു സഹകരണമുണ്ടെങ്കിൽ സ്കൂളുകളിലൂടെയും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെയും ഇത് വളരെ വിപുലമായി വ്യാപിപ്പിക്കാം. അത്താത്ത അടിസ്ഥാനത്തിൽ നവകേരള സദസ്സിലേക്ക് എന്നെ മെക്സവനെ പ്രതിനിധീകരിച്ച് ക്ഷണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടെ ഈ റിസൾട്ട് ഓറിയൻറ്റഡ് ആയുള്ള ഒരു വ്യായാമ സംവിധാനം നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുകയും എല്ലാ ജാതി മത രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ഐഡിയോളജികളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഒരുമിച്ചിരിക്കാനും വ്യായാമം ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാനും ഒരു മാനസിക ഐക്യമുണ്ടാക്കാനും സഹായിക്കും. ശരി, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് അത് കൊടുത്തത്. അതിൻ്റെ മേലെ നടപടികൾ ഉണ്ടായില്ല. അപ്പോൾ പക്ഷേ ഈ വ്യാപനം, അതായത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യം മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ, പിന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് 25 യൂണിറ്റ് തുടങ്ങിയത്. അപ്പോൾ ഇനി ഇത് ആ നാട്ടിലെ ജനങ്ങൾ ഏത് വിശ്വാസത്തിൽ ആദർശത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗ്രാമത്തിൽ അവരായിരിക്കും കൂടുതലല്ലോ. അത് നമ്മുടെ ഇതേക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ്, നേരത്തെ സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ അതിൽ ഉന്നയിച്ച ഒരു ചോദ്യം, ഇത് വ്യായാമം എല്ലാവർക്കും വേണ്ട കാര്യമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം പോക്കറ്റുകൾ, കൃത്യമായ വാക്കാണ്, മുസ്ലിം പോക്കറ്റുകളിൽ ഇത് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തത്, ഇങ്ങനെ വ്യാപകമായത്? അപ്പോൾ ഇത് മുസ്ലിം ജനസമൂഹത്തെ ഉന്നമിട്ട് നടക്കുന്ന ഒരു സംഘാടനമാണോ എന്ന സംശയമാണ് ആദ്യമായി ഇതേക്കുറിച്ച് ഉയർന്നത്. അങ്ങനെയുണ്ടോ? ഇത് ഒരു മതവിഭാഗത്തിനിടയിൽ അല്ലെങ്കിൽ ആ മതവിഭാഗം കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായി ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടോ? തീർച്ചയായിട്ടും തെറ്റായ ഒരു ആരോപണമാണ്. മാത്രമല്ല ഈ
എയറിലേക്ക് ചോദ്യങ്ങൾ എറിയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ വിവിധ പാർട്ടിക്കാരായ, വിവിധ മതക്കാരായ, വിവിധ രാഷ്ട്രീയക്കാരായ, സംഘടനക്കാരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വ്യായാമം ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് 1-2 ദിവസം രഹസ്യമായോ പരസ്യമായോ അവിടെ പോകുകയും ഏതെങ്കിലും തരത്തിലുള്ള ആശയപ്രചരണത്തിനോ ഏതെങ്കിലും നിരോധിതമായതോ അല്ലാത്തതോ ആയ സംഘടനകളുടെ സംഗമവേദിയായോ ഇത് മാറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഒരു ഉത്തമമായ ഒരു ആക്ടിവിസ്റ്റ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. സമൂഹത്തിന് മുന്നിലേക്ക് സംശയമുനയിൽ നല്ലൊരാശയത്തെ, വ്യായാമം എന്നൊരു സംസ്കാരത്തെ നെഞ്ഞേറ്റി നമുക്ക് പൊതുവിടങ്ങളിൽ ജനങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സോഷ്യലൈസേഷന് മുൻകൈയെടുത്ത് എല്ലാ സംഘടനകളുടെയും ഗവൺമെൻറ്റിൻ്റെയും സഹകരണം ആഗ്രഹിച്ച് സുതാര്യമായി ചെയ്യുന്ന ഒരു സംഭവത്തെ കൺഫ്യൂഷൻ ആക്കുകയല്ലായിരുന്നു വേണ്ടത്. പിന്നെ ഇതിൻ്റെ വ്യാപനം എന്ന് പറഞ്ഞാൽ തുടക്കം കൊണ്ടോട്ടിയിലാണെങ്കിൽ അവിടുത്തെ പരിസരത്തെ ആളുകളെ മൗത്ത് പബ്ലിസിറ്റി ഒന്ന് മാത്രമാണ് അന്നും ഇന്നും. ഒരു മീഡിയ പബ്ലിസിറ്റിയും ഇതിനുണ്ടായിരുന്നില്ല. ആ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതാത് നാട്ടിലെ ജനങ്ങൾ മാത്രം, അതിലെല്ലാ സംഘടനക്കാരും സംഘാടകരുമുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വളരെ കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ, പ്രവർത്തന മേഖലകൾ താഴേക്കിടയിൽ വരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഓപ്പൺ മൈതാനിയിൽ പകൽ വെളിച്ചത്തിൽ റിട്ടയർ ആയിട്ടുള്ള 40, 50, 60, 70 ഒക്കെ പ്രായമുള്ള ആളുകൾ കൂടുതൽ വരുന്ന ഈ ഒരു സംഗമത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശമോ ഒരു രീതിയോ ഒരാശയമോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇതിൽ വരാത്ത, ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ആകാശത്തേക്ക് തൊടുത്തുവിട്ട അമ്പുകളല്ലാതെ അവരുടെ കയ്യിൽ എന്ത് തെളിവുകളാണുള്ളത്? അതുകൊണ്ട് തന്നെ നല്ലൊരു സംസ്കാരത്തെ എന്തിന് നാം നശിപ്പിക്കണം, എന്തിന് സംശയനിലയിൽ? അതാണ് ഞങ്ങൾക്ക് വിഷമമുണ്ടായത്. അതാണ് മെക്സവൻ ചോദിക്കുന്ന ചോദ്യം. അവിടെ ശ്രീ ഹസ്കർ, ഒന്ന് നമ്മൾ കേരളത്തിന്റെ സാഹചര്യം പരിഗണിക്കണം. കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാണ്. പകർച്ചവ്യാധികളെക്കാൾ ജീവിതശൈലി രോഗങ്ങളായിരിക്കും കേരളീയരുടെ ആരോഗ്യത്തിന് മുഖ്യമായ കൺസേൺ ആവുക എന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പും അതിന് കണക്കായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിവിധ ജീവിതശൈലി രോഗങ്ങൾ മുതൽ അകാല വാർദ്ധക്യം വരെ, ഹൃദ്രോഗത്തിന്റെ വലിയ സാധ്യത, പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള ഒരിടമായി നമ്മുടെ സമൂഹം മാറുന്നപ്പോൾ പ്രമേഹവും ഹൃദ്രോഗവും അടക്കമുള്ള സാധ്യതകൾ അവിടെ നിൽക്കുമ്പോൾ വ്യായാമത്തിന് കൂട്ടായ്മകൾ ആര് നടത്തിയാലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇപ്പം MEC7 എന്നുള്ളതൊരു പ്രശ്നമാണെങ്കിൽ ശരി, നാളെ RED7 എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോളൂ. അതിലേക്ക് ആളുകളെ ആകർഷിക്കാമല്ലോ. കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. അതിനപ്പുറത്ത് വ്യായാമം സംഘടിപ്പിക്കാൻ ഉള്ള ഒരു പരിപാടി വേറെ ഏതോ ദുരൂഹ താല്പര്യമാണ് എന്ന് ആരോപിക്കുക വഴി അതിലേക്ക് പങ്കെടുക്കാൻ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തലാവും. അത് ശരിക്കും ഒരു സമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല. ഇപ്പോഴും ഇപ്പോൾ മോഹൻ മാഷ് പിൻവലിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴും പലതരത്തിലുള്ള തിയറികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കറങ്ങി നടക്കുകയാണ്. അഭിലാഷ്, ഇതിൽ ഒരു വ്യായാമം എന്ന മുറയെന്ന നിലയിൽ അപ്പുറം ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരം വ്യായാമ മുറകളുടെ വിവിധ പരീക്ഷണങ്ങൾ നടക്കുകയും അത്തരം വ്യായാമ മുറകൾക്കൊക്കെ തന്നെ അത്ര വലിയ സ്വീകാര്യത കേരളത്തിൽ ഇത്തരത്തിൽ MEC7 2 കൊല്ലം കൊണ്ട് നേടാൻ കഴിഞ്ഞ സ്വീകാര്യത നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. CPMന്റെ നേതൃത്വത്തിൽ തന്നെ ചേതന യോഗ എന്ന പേരിൽ ഒരു യോഗ പദ്ധതി കേരളത്തിലുടനീളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് നാമമാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ പരമ്പരാഗതമായിട്ടുള്ള വ്യായാമ മുറകളും പുതിയതായിട്ട് വരുന്ന എയറോബിക്സ് അടക്കമുള്ള പുതിയ വ്യായാമ മുറകളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് MEC7 നടത്തുന്ന പ്രവർത്തനങ്ങളെ അങ്ങനെ കണ്ണുമടച്ച് വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറിച്ച് ഇതിൻ്റെ സംഘടനാപരമായിട്ടുള്ള വളർച്ച എന്നുള്ളത് കൗതുകത്തോടെയും അല്ലെങ്കിൽ അല്പം സസ്പീഷ്യസ് ആയിട്ടും തന്നെ ഇക്കാര്യത്തെ നോക്കിക്കാണണം എന്നു തന്നെയാണ് മോഹനൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. ആ മോഹനൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അതിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടാവാമെന്നുള്ളതാണ്. അത്തരം നുഴഞ്ഞുകയറ്റക്കാർ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് MEC7 ഭാരവാഹികളുടെ അല്ലെങ്കിൽ കൃത്യമായ ബൈനറിയുടെ അടിസ്ഥാനത്തിലല്ല അവർ പ്രവർത്തിക്കുന്നത്. ഒരു സംശയമുള്ളത്, ഇപ്പോ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, ജനതാദളുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവും, SDPIക്കാരുണ്ടാവും. അപ്പോൾ ഒരു വ്യായാമ കൂട്ടായ്മയിൽ, ഒരു എക്സർസൈസ് കൂട്ടായ്മയിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പങ്കെടുത്തു എന്ന് വിചാരിക്കുക. ആ നാട്ടിലുള്ള ആളാണല്ലോ. അയാൾക്ക് ആ നാട്ടിലെ ചായക്കടയിൽ കയറി ചായ കുടിക്കാം, ബാർബർ ഷോപ്പിൽ പോയി മുടിവെട്ടാം എന്നതുപോലെ അവിടെ ഒരു വ്യായാമ ക്ലബ് ഉണ്ടെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിച്ചൂടെ? അങ്ങനെ ആരെങ്കിലും വന്ന ഉടനെ അത് നുഴഞ്ഞുകയറ്റമാണ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല അഭിലാഷ്. കേരളത്തിലെ വിവിധ സമര മുഖങ്ങളിൽ
പലപ്പോഴായി ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ഇടപെടലുകളും നുഴഞ്ഞുകയറ്റവും വളരെ കൃത്യമായി പരിശോധിച്ച മനസ്സിലാവും. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, ഗെയിൽ സമരത്തുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എത്രത്തോളമായിരുന്നു എന്ന് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമുക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളായി തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഏതൊക്കെ കൂട്ടായ്മകളിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ കഴിയും? നമുക്കറിയാം, RSSന്റെ തുടക്കം തന്നെ ഇത്തരമൊരു വ്യായാമ കൂട്ടായ്മയായിട്ടാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും തുടർന്ന് RSSന്റെ ആശയങ്ങൾ, ഫാസിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. ഇന്ന് കേരളത്തിലാണ് RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്. അപ്പോൾ അങ്ങനെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന് നാം കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം സംശയം, ദുരൂഹത, ആ ദുരൂഹത നീക്കേണ്ട ഉത്തരവാദിത്തം മെക്സെവന് തന്നെയാണ്. അല്ലാതെ ഞങ്ങൾ നിരന്തരമായി വിമർശിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ്, ഞങ്ങളുടേത് കൃത്യമായ ഒരു വ്യായാമ മുറ മാത്രമാണെന്ന് നിഷ്കളങ്കമായി പറഞ്ഞതുകൊണ്ടാവുന്നില്ല. 2 കൊല്ലം കൊണ്ട് ഏതൊരു വ്യായാമ മുറയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ വരാവുന്ന ജനകീയ സ്വീകാര്യത എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വളരെ കൃത്യമായിട്ടുള്ള സംശയം ഉന്നയിച്ചത്. അങ്ങ് ചോദിച്ച വളരെ എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അങ്ങ് ചോദിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ എന്തുകൊണ്ട് ഇതിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നിരോധിത സംഘടനകളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അത് ആര് സംശയിച്ചാലും ആ സംശയം അങ്ങനെ വിഴുങ്ങിക്കളയാൻ കഴിയുന്ന സംശയമല്ല. അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. ഒരുപക്ഷെ ആശയം എന്ന നിലയിൽ, വ്യായാമ മുറ എന്ന നിലയിൽ മെക്സെവൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ അവതരിപ്പിച്ച വ്യായാമ മുറയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നതിന് ഒരു സംശയമില്ല. പക്ഷേ ഇതിനപ്പുറവുമുള്ള വ്യായാമ മുറകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതു ഇടങ്ങളിൽ നടക്കുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം. ലഭിക്കുന്നില്ല, അവയ്ക്കൊന്നും ഈ സംഘാടന മികവ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സംഘാടന മികവ് ആരെങ്കിലും നടത്തി അവരെ അഭിനന്ദിക്കല്ലേ വേണ്ടത്, കൊള്ളാമെന്ന് പറയല്ലേ വേണ്ടത്. ആളുകൾ പരമാവധി വ്യായാമം ചെയ്യട്ടെ, കുറെ കാലം കൂടി അവരൊക്കെ ജീവിച്ചിരിക്കട്ടെ, നല്ല അതുകൊണ്ടാണല്ലോ ആരോഗ്യ പരിസരങ്ങളോടുകൂടി ജീവിച്ചിരിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനല്ലേ പൈസ ഉണ്ടാവുള്ളൂ. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയതും ഇതുപോലൊരു ആയോധന കൃത്യമായി മിലിറ്റന്റ് സ്വഭാവമുള്ള ഒരു സംഘടന തന്നെയായിരുന്നു. അല്ലാതെ അവര് പ്രച്ഛന്ന വേഷത്തിലൊന്നും അല്ലല്ലോ വന്നത്. അത് കൃത്യമായി അവരുടെ ഐഡിയോളജി എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംരംഭമല്ലേ. അന്ന് അവരത് തുടങ്ങുന്നത് കൃത്യമായ ഒരു വ്യായാമ ആയോധന മുറകൾ പരിശീലിക്കുന്ന കേന്ദ്രം എന്ന നിലയിലായിരുന്നു. തുടർന്നായിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതിനൊരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലവും ഒക്കെ വരുന്നത്. അപ്പോൾ അത്തരം സംശയങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചാൽ അതിന് ആ സംശയങ്ങൾ ഉത്തരവാദിത്തം മെക്സെവനുണ്ട്. ശരി, അല്ല അവിടെയുള്ള പ്രശ്നം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ എന്ത് കൂട്ടായ്മ ഉണ്ടായാലും അതിനകത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെയും NDF-നെയും പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റ് ധാരകളെയും ഒക്കെ കാണണോ എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതെ അവിടെ ഒന്നും നടക്കില്ല എന്നൊരു പ്രശ്നം, അതൊരു പൊതുബോധത്തിന്റെ ഭാഗമാണെന്ന സംശയം സ്വാഭാവികമായി വരും. എനിക്കിപ്പോൾ ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ഷാഫി ചാലിയും, ഇവിടെ ഇപ്പോൾ അസ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില ആശങ്കകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ മുസ്ലിം ലീഗും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് മലബാറിൽ വിശേഷിച്ച് വലിയ ശക്തിയായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ പ്രച്ഛന്നമായ രൂപത്തിൽ സൗഹൃദ കൂട്ടായ്മ, വ്യായാമ കൂട്ടായ്മ എന്നുള്ള നിലയിൽ വന്ന് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാവുകയും അവരൊരു പ്രഷർ ഗ്രൂപ്പായി മാറുകയും ചെയ്യുമോ എന്നൊരാശങ്ക. തീവ്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിടൂ, അതിനപ്പുറത്തൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ അല്ലെങ്കിൽ അപ്പോൾ ലീഗിനോട് പോലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളോട് പോലും വിലപേശാൻ കഴിയുന്ന ഒരു വലിയ സുഘടിതമായ ഒരു ഫോഴ്സായി അങ്ങനെ മാറാം എന്നൊക്കെ വേണമെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് ആശങ്കപ്പെടാം. അങ്ങനെയൊക്കെ ഉണ്ടോ? നോക്കൂ അഭിലാഷ്, ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്നവർക്ക് ഈ രോഗശമനം തേടി ഏതറ്റം വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അരീക്കോട് എന്ന മലപ്പുറം ജില്ലയിലെ വിദ്യാസമ്പന്നമായ ഒരു പ്രദേശത്ത് അവിടെ റിട്ടയർഡ് PWD എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ പേര് ഹബീബ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വിദേശത്ത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പരീക്ഷിച്ച് റിസൾട്ട് കണ്ട LCHF എന്ന ഒരു ഭക്ഷണമുറ ഈ അരീക്കോട് നിന്ന് അദ്ദേഹത്തിന്റെ സഹപാഠികൾക്കിടയിൽ ആരംഭിച്ചു. വളരെ പെട്ടെന്നായിരുന്നു അത് കേരളം മുഴുവൻ പടർന്നത്. ഒരുപക്ഷെ അന്ന് ഈ മോഹൻ മാഷൊക്കെ എവിടെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ എല്ലായിടത്തും ഞാൻ പോലും അതിൽ പോയി ചേർന്നപ്പോൾ എന്താ സംഭവിച്ചാല് നമ്മളൊക്കെ ഡയബറ്റിക് പറ്റാണ്ട് പോയി. അതായത് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. അത് വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിരുന്നു. എല്ലായിടത്തും അതിന്റെ കൂട്ടായ്മ വന്നു. ഗൾഫിലൊക്കെ ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും വലിയ സദസ്സായിരുന്നു ഹബീബ് സാറിനൊക്കെ, അതിന്റെ ആളുകൾക്ക്. പക്ഷെ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അതിലേക്ക് ആളുകൾ കൂടിയ വികാരം എന്താണ്?
ഈ രോഗശമനമാണ്. ഇപ്പോ ഈ മെക്സവനിലേക്ക് ആള് ആകർഷിക്കുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്സോ ഇല്ല. ഞങ്ങളെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളവർക്ക് എല്ലാവരും അദ്ദേഹവും ഇതിൽ പങ്കെടുത്തതാണ്. കാരണം ഇത് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ നമ്മളെ ഹസ്കർ അദ്ദേഹം നല്ലൊരു ഡൗട്ട് നമ്പിയരാണെന്ന് നമുക്ക് കൂടുതൽ ബോധ്യമായി. ഇപ്പോൾ സംശയം കിടന്ന് കളിക്കുകയാണ്. ഈ സംശയം ഈ LCHFന്റെ വന്ന കാലത്ത് അങ്ങനെയാണെങ്കിൽ അതിലും മുസ്ലിങ്ങളെ കൂടുതൽ. എന്താ കാരണം? ഞങ്ങളുടെ സമുദായത്തിന് പട്ടാളത്തിൽ പ്രാതിനിധ്യം കുറവാണ്. ഉദ്യോഗസ്ഥർ പോലീസിൽ, സർക്കാരിൽ, ജുഡീഷ്യൽ ഒക്കെ കുറവാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുക. ആശുപത്രിയിൽ ഞങ്ങളോട് കെട്ടപ്പൊട്ടിക്കാൻ ഒരു സമുദായത്തിനും സാധ്യമല്ലാത്ത രീതിയിലാണ്. ഒരു പക്ഷേ ഗൾഫിലെ ഫുഡും സംസ്കാരം കുറവന്നതായിരിക്കാം. അതുകൊണ്ട് സ്വാഭാവികമായും രോഗികൾ കൂടുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചത്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട് അഭിലാഷ്, അത് അടുത്ത തവണ ആക്കാന്ന് പറഞ്ഞു. എന്റെ നാട്ടിൽ ഇതുണ്ട്. അപ്പോ എന്റെ നാട്ടിൽ അറിയാം, അതിൽ വ്യത്യസ്ത മതക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്നെ അതിൽ ക്ഷണിച്ചതാണ്. എനിക്ക് പോകാൻ കഴിയാത്ത ചില പോയാൽ കണ്ടിന്യൂ പോകേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രഗത്ഭനായ ഒരു CPMന്റെ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബാദുഷ എന്നാണ്. കടലുണ്ടി നിവാസിയാണ്. അദ്ദേഹം കേരള പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. കേരള സർക്കാരിന്റെ ഒരുപാട് ഗവേണിംഗ് ബോഡിയിൽ അംഗമായ ഒരാളാണ്. മന്ത്രി, ഞങ്ങളെ MLA മന്ത്രിയാണല്ലോ, മന്ത്രി റിയാസിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നല്ല എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് അഭിലാഷിച്ചത്. മോഹൻ മാഷ് പറഞ്ഞു, മോഹൻ മാഷ് തിരുത്തി. പക്ഷേ ഹസ്കറിനെ പോലെ, ബാദുഷയെ പോലെയുള്ള പല അനുയായികൾ അവരിപ്പോഴും ഡൗട്ട് നൽകാറുമാരാണ്. എന്താണ് ആ പോസ്റ്റർ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും എന്തുകൊണ്ട് അങ്ങനെ കൂടുന്നു? എന്തുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു? എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആകുന്നു? എന്തുകൊണ്ട് ഇത് വളരെ വ്യക്തമല്ലേ? മനുഷ്യന് ആശ്വാസപ്രദമായ ഒരു വ്യായാമ രീതിയിലേക്ക് പോയാൽ അത് പോകാൻ പാടില്ല. പിന്നെ ഇവിടെ വില്ലൻ ജമാഅത്തെ ഇസ്ലാമി. ഇത് എന്തോ ഒരു കുടിക്കടമോ അല്ലെ ഒരു പശ്ചാത്താപോ തീർക്കലാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇന്നൊന്നലെ ഉണ്ടാക്കിയതല്ല, നമുക്കറിയല്ലോ. അതിന് നയം ഒന്നാണ്. ഇടയ്ക്ക് ആ നയങ്ങളൊക്കെ പോലെ അമെൻഡ് ചെയ്ത് പോവാറുണ്ട്. വളരെ അച്യുതാനന്ദന്റെ ഭരണകാലത്ത് ഈ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ, ഭൗതിക ദൗത്യ മേഖലയിൽപ്പെട്ട വളരെ ഇമ്മൻസ് കമ്മിറ്റികളിൽ മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം അണിനിരന്ന സമസ്തയെയോ ലീഗിനെയോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കാണ് പാഠക പുസ്തക കമ്മിറ്റിയിൽ ഇടം. അത് ഒരാളല്ല, രണ്ടാള്. അതേമാതിരി പാലുളി കമ്മിറ്റി, സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ മുസ്ലിങ്ങളിൽ ആർക്കൊക്കെ കൊടുക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടി മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷത്തെ പ്രതിദാനം ചെയ്ത സമസ്തയെ വിളിക്കുന്നില്ല. ലീഗിനെ പോട്ടെ, അവിടെയും ജമാഅത്തെ ഇസ്ലാമിയെ. ഇത്രയധികം ജമാഅത്തെ ഇസ്ലാമിയെ ഈ ഭൗതിക ദൈക്ഷണിക മേഖലയിലും ഗവേണിംഗ് ബോഡിയിൽ എത്തിച്ച ആളുകൾ അതിന്റെ പശ്ചാത്താപം തീർക്കാനാണോ ഇപ്പൊ ആ സംഘടന ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് പിന്നെ അവർക്ക് ഈ രാജ്യത്ത് വോട്ടവകാശമില്ലേ? അവർ ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്നവരല്ലേ? അവര് റേഷൻ ഷാപ്പിൽ പോയില്ലേ? അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കൊണ്ടാൻ നോക്കാൻ പറ്റുമോ? അവർ ബാർബർ ഷാപ്പിൽ കയറില്ലേ? അവർ വിവാഹത്തിന് പോയില്ലേ? അവരാരാ? ഇങ്ങനെ ഒരു സംഘടനയെ അതിന് പ്രശ്നം എന്താ അറിയോ? ഈ ജമാഅത്ത് എന്താണെന്ന് മലബാറിൽ ഞങ്ങൾക്കേ അറിയുള്ളൂ. ഈ മധ്യമേഖലയിലും തിരുവിതാംകൂർ മേഖലയിലുള്ള ആരും അറിയില്ല. അവര് എന്നോട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു, ഈ ജമാഅത്ത് ഇസ്ലാം ഇത്ര വലിയ ഭീകരവാദികൾ, എവിടെയെങ്കിലും ഒരു തല്ല് വേണ്ട, ഒരു ഒച്ചയും ബഹളയും നടക്കുന്നു തന്നെ അവിടെ നിൽക്കാത്തവരെ വരെ. ഇന്ന് വരെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഒരു ജമാഅത്തുകാരനെ കുറിച്ച് എഴുതുന്നു. ജമാഅത്ത് പറഞ്ഞു തീരട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമി ഭാഗമാക്കായി ഒരു വർഗീയരാള ലോകത്തുണ്ട്. RSSുമായി സംഭാഷണം നടത്തിയ സംഘടന, RSSകാരോടൊപ്പം അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയിട്ട് ഒരു വൈകാരി വന്നുണ്ടാക്കിയ സംഘടന ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിൽ RSS അടക്കമുള്ള ആളുകൾക്ക് കേൾക്കാൻ അവരെ അത്രയധികം ഞാൻ ആ സംഘടനയെ പിന്തുണയ്ക്കില്ല, എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ തങ്ങൾ വെള്ളിയാഴ്ച മുസ്ലിങ്ങളോട് നടത്തുന്ന കുത്തുബ എന്താണെന്നുള്ളത് ഇതര മതസ്ഥർ കേൾക്കണം എന്ന നിർബന്ധ ബുദ്ധിയാൽ ഇതര മതസ്ഥർക്ക് ഒരു 40 കസാലാണ് ഒഴിച്ചിട്ടുണ്ടാവും. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആളുകളെ പേടിക്കുകയാണ്. ഇത്ര ഇവരെന്തിനാ ജമാഅത്തിനെ വെച്ച് ഇത്ര ഭീതി ഉണ്ടാക്കേണ്ട? ജമാഅത്തിനെ ചാരി ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യം മുസ്ലിം ലീഗിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടാവുന്നു. സ്വാഭാവികം. എനിക്ക് ഇപ്പോ താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അയച്ചു തന്നല്ലോ, എനിക്കതിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പം വരുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചിലരെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടോ? അതിൽപ്പെട്ട ചില സ്ത്രീകളെയും ഈ വ്യായാമം വല്ലാതെ ആകർഷിക്കുന്നു.
ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും തരുന്നത് മാത്രമാണോ, അതോ എന്തെങ്കിലും ആശയത്തിന്റെ പിൻബലമുണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗക്കാരെയും അതിൽ തന്നെ സ്ത്രീകളെയും സവിശേഷമായി ആകർഷിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഒരൊറ്റ കാര്യം കൂടി ഉണ്ടായില്ലേ. അതായത് ഇദ്ദേഹം ഞങ്ങളെ പഞ്ചായത്തിലെ കടലുണ്ടി സ്വദേശിയാണ്. ഇദ്ദേഹം ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ തൊട്ടടുത്ത് വടക്കുംപാട് എന്ന സ്ഥലമുണ്ട്. അവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ലേഖനൻ മാഷ എന്ന സഖാവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഫോണെടുത്ത് ലേഖനൻ മാഷോട് ചോദിക്കുക. അതുപോലും ജയിക്കാതാണ് ഈ ഫേസ്ബുക്കിൽ ഈ കുറിപ്പും കൊണ്ട് ആളുകളെ ഈ കൺഫ്യൂഷനാണ്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ ബാവാറക്കൽ, ഒരു പക്ഷേ ഈ വിമർശനം വന്നത്, ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങളെ മാറ്റിവെക്കുകയാണ്, അതല്ലാതെ ഈ വിമർശനം വന്നത് രാവിലെ പുലർച്ചെ ആളുകൾ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ തമ്മിലൊരു ഐക്യം ഉണ്ടാകുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു, സൗഹൃദം ഉണ്ടാകുന്നു. അത് നമ്മുടെ ഒരു പരമ്പരാഗതമായ യാഥാസ്ഥിതികമായ സമൂഹ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളതായിരിക്കുമോ പ്രശ്നം? ഒരു 3 കാര്യമാണ് നേരത്തെ 2 സുഹൃത്തുക്കളും പറഞ്ഞ കാര്യത്തിൽ നിന്ന്, അങ്ങുന്നയിച്ച സംശയത്തിൽ നിന്നൊക്കെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, MEC7 എന്ന ഒരു വ്യായാമ സംവിധാനം അദ്ദേഹം തിരഞ്ഞെടുത്ത സമയത്ത് ഇത് ലളിതമായിരിക്കണം, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കണം, ഏത് പ്രായക്കാർക്കും, അതായത് 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവന് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പിന്നെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അത് ആളുകളുടെ സൗകര്യത്തിനുള്ള ഒരു റെഡിമെയ്ഡ് രീതി, അത് റിസൾട്ട് ഓറിയൻറ്റഡായി ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പലർക്കും നല്ല മാറ്റമുണ്ടായ ഫീഡ്ബാക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ പ്രചരണത്തിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ആ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ആവശ്യപ്പെടുന്നത് ഇതിൽ വന്ന് ജോയിൻ ചെയ്ത് അനുഭവസ്ഥരായ ആളുകളാണ്. ഇതിന് നിങ്ങളൊരു ബ്രാഞ്ച് കൊണ്ടുപോയിക്കോളൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കരുതി ഇതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചില അവയർനെസ് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ ദിനങ്ങൾ പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആളുകൾ ചെയ്യുന്നത് ഒരുപക്ഷെ MEC7 വന്നതിന് ശേഷമാണ്. കാരണം എന്താണ്, ഒരുമിച്ചിരുന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേക്കും നാഷണൽ ഡേയും നമ്മുടെ ആഘോഷങ്ങളൊക്കെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടായി. പിന്നെ സ്ത്രീ പുരുഷ സംഗമത്തെ പറ്റി അങ്ങനെ ഒരു പരാതിക്ക് കാരണം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, മിക്സഡ് കൾച്ചറാണ് നമ്മുടെ നാട്ടിലുള്ളത്. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വരികയും ചെയ്തപ്പോൾ MEC7 വളരെ ക്ലിയറായിട്ട് ലേഡീസ് വിങ്ങിൻ്റെ ലീഡർമാരെ വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ നമ്മളൊരു സമൂഹത്തിൽ ഒരു വിഭാഗത്തിനെങ്കിലും പ്രശ്നമുണ്ടാകുന്ന രീതിയിലോ മിക്സഡ് ആകുന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് താല്പര്യമുള്ളവർക്ക് സെപ്പറേറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാം. സ്ത്രീകൾ അവരുടെ ട്രെയിനേഴ്സിന് കീഴിൽ തന്നെ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ നിർദ്ദേശം വെച്ചു. അങ്ങനെ ചെയ്യാൻ അതിന് സൗകര്യമൊരുക്കി കൊടുത്തു. പിന്നെ അത് പഴയ വീഡിയോ എടുത്തിട്ടാണ് ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് സാഫി സാഹിബ് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് പിന്നീട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. രണ്ടാമത്തെ കാര്യം, പറഞ്ഞിട്ടില്ല. ഇപ്പോ രാവിലെ വ്യായാമം ഞങ്ങൾ അതീതരല്ല, വിമർശനത്തിന് അതീതരല്ല എന്ന് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള. രാവിലെ വ്യായാമം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും കണ്ടാലും സംസാരിച്ചാലും, അതായത് സ്ത്രീകൾക്ക് വേണ്ടി അതിന്റെ കാര്യം എന്താണ്? അങ്ങനെ നിങ്ങളത് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. MEC7 സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വിശ്വാസമോ ആദർശമോ സംസ്കാരമോ രാഷ്ട്രീയമോ മതമോ ചോദ്യം ചെയ്യാൻ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ അത്തരം എല്ലാ പ്രവണതകളെയും MEC7 പേരിൽ കെട്ടിവെച്ചൊരാക്ഷേപം കേൾക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും MEC7 എന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വിമർശനാതീതമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്ത് ആക്ഷേപമുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം. ഇതോടകം തന്നെ നിരവധി ഇൻ്റലിജൻസ് ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗവും പല തവണ ആളുകളെ എന്നെ അടക്കം വിളിക്കുകയും ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പിന്നീട് ഞങ്ങളെ സെൻറ്ററുകൾ രഹസ്യമായും പരസ്യമായും ഒക്കെ സന്ദർശിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇതുവരെ മറ്റൊരു എതിർപ്പുമില്ലാതെ വിമർശനം ഉയർന്നപ്പോഴും അല്ലാത്തപ്പോഴും ഇതിനൊരു പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കുക. അപ്പോൾ വിമർശിച്ചവരോടും ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല. 1 ലക്ഷത്തിൽ അധികം ആളുകൾ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യായാമത്തെ ഒരു വിമർശനം കൊണ്ട് 10 ലക്ഷം പേർ അറിയുന്നതിനും പിന്നീടുള്ള വിമർശനം കൊണ്ട് അതൊരു കോടിയിലേക്ക് എത്താനും ഇന്ന് ഏറെക്കുറെ 10 കോടിയിലധികം ജനങ്ങൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ഈ കേരളത്തിലൂടെ ഭാരതത്തിന് സമർപ്പിച്ച യോഗ പോലെ നമ്മുടെ സിദ്ധ പോലെ ആയുർവേദ പോലെയുള്ള ഒരു സംവിധാനം
നമ്മുടെ ഭാരതം ലോകത്തിന് സമർപ്പിക്കട്ടെ, ജനങ്ങൾക്ക് സമർപ്പിക്കട്ടെ, ലോക ജനതയ്ക്ക് സമർപ്പിക്കട്ടെ എന്നൊരു നല്ല ഉദ്ദേശം മാത്രമാണ് ഇതിൽ ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ വ്യാപനത്തെ പറ്റി പറയുമ്പോൾ ഏതൊരു നല്ല പുതിയ ആശയവും, പ്രിയപ്പെട്ട ഷാഫി സാഹിബ് പറഞ്ഞു LCHFനെ പറ്റിയിട്ട്, അതിലൊക്കെ എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നോ ഇത് പ്യുവറായിട്ട് വ്യായാമമാണ്. രാവിലെ ആളുകൾ വരുന്നു, ഒരു 10-15 മിനിറ്റ് വാമപ്പ് ചെയ്യുന്നു, അതിനുശേഷം 21 മിനിറ്റ് നീണ്ട വ്യായാമത്തിൽ ഒരു ട്രെയിനറെ എന്തിനു വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു യൂണിഫോം ആയിട്ട് എല്ലാവരും ഒരേപോലെ വ്യായാമം കൃത്യമായ എണ്ണത്തിനനുസരിച്ച് ആ എണ്ണം പൂർത്തിയാക്കി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ്. ഈ ട്രെയിനർമാരായിട്ടും കോർഡിനേറ്ററുമായും പ്രവർത്തിക്കുന്നവർ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ, CPMൻ്റെ, BJPയുടെ, കോൺഗ്രസിൻ്റെ, മറ്റിതര രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ റിട്ടയർഡ് മിലിറ്ററി പേഴ്സണാലിറ്റീസ് ഒരുപാടുണ്ട്. ഇന്ന് കോഴിക്കോട് ഒരു TV ചാനലിന് വേണ്ടി ഡെമോ ഷോ ചെയ്യാൻ വന്ന എൻ്റെ കൂടെ ഹരീഷ് ആണ്. അദ്ദേഹം മിലിറ്ററി റിട്ടയർഡ് ആണ്. കാരണം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഹെൽത്ത് ഡിസിപ്ലിൻ ഉണ്ടാകും, അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്തരം കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മൂന്നാമത്, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്ന ആളുകൾ, ഒരു കമ്മ്യൂണിറ്റി മാത്രം എടുത്താലും ഇനി അല്ലാത്തവരെ എടുത്താലും ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടി പരാധീനപ്പെടുന്ന ആളുകൾ മാത്രമാണ് 60%. അതോടൊപ്പം ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വ്യായാമം കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ തങ്ങളുടെ വരുമാനം നിലച്ച ശേഷവും 3000, 4000, 5000 രൂപയ്ക്ക് മെഡിസിന് വാങ്ങേണ്ട ദുരവസ്ഥയിൽ നിന്ന് പാട്ടപ്പിരിവും അതേപോലെ തന്നെ മറ്റ് അസോസിയേഷനുകളിലൂടെ പണവും നേടി ഇത്തരം മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ടവർ കുടുംബത്തിന് ഭാരമാവാതെ തൻ്റെ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രാവിലെ നടന്നു വരുന്ന 85-90 വയസ്സുകാരായ ആളുകൾ മെക്സവനിലുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടാൽ സത്യത്തിൽ നമുക്ക് കണ്ണുനീര് വരും. 15 ദിവസം കൂടുമ്പോൾ നീ എന്നെ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ നീ മരിച്ചിരിക്കും എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് പറമ്പിൽ പീടികയിൽ ഇപ്പോഴും. അദ്ദേഹം ഡ്രൈവറായിരുന്നു ഗൾഫിൽ. അദ്ദേഹത്തിന് 5000 റിയാൽ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നപ്പോൾ 440 മേലെയായിരുന്നു ഷുഗർ, കൊളസ്ട്രോൾ അതിൻ്റെ പാരമ്യതയിൽ. വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു 11 മാസമായി ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടില്ല. 15 ദിവസം വ്യായാമം ചെയ്യുന്നത് എന്തുകൊണ്ട് ശരീരത്തിന് നല്ല ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ശരി. ഇതൊരു സംസ്കാരമായി ഏറ്റെടുത്തുകൂടാ. ശരി, ഓക്കെ. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ MEC7 എന്ന കൂട്ടായ്മയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ, അത് ഉന്നയിച്ച ആളുകളെ തന്നെ തിരിച്ചടിക്കുകയാണ്. ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗവും പിന്മാറുമ്പോൾ, ആ ഉന്നയിച്ച വിമർശനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇനിയിപ്പോൾ വിമർശകരില്ല എന്ന അവസ്ഥയായിരിക്കുന്നു. CPM ഇന്നലെ തന്നെ പിന്മാറി. മോഹൻ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തിരുത്തി. ആളുകൾ നുഴഞ്ഞു കയറാതെ നോക്കണം എന്നൊരു സ്വദേശ പ്രസംഗമാണ് ഞാൻ നടത്തിയത് എന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരിക്കുന്നു. ഈ MEC7മായി ബന്ധപ്പെട്ട് അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയോ? അങ്ങനെ അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് മലബാർ മേഖലയിലെങ്കിലും ഇടതുപക്ഷത്തിന് ദോഷകരമായി വരുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, അത് വിവാദം അനാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ പാർട്ടിയുടെ സിസ്റ്റം എനിക്ക് അഭിലാഷനൊക്കെ അറിയാലോ. അത് ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ട് മുകളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ട് അവിടെ നിന്നൊരു നോടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് പിന്നെ എന്താണ് പബ്ലിക്കായിട്ട് പറയുള്ളൂ. ഇത് മാഷ് അന്നപ്പം കിട്ടിയൊരു വിവരം ആ ഒരു പ്രസംഗത്തിനിടയ്ക്ക് അങ്ങോട്ട് എന്താണ് പറയുക, ഒരാഴ്ചത്തെ മോരം കിട്ടിയ വിവരം പ്രസംഗത്തിനിടയ്ക്ക് അങ്ങോട്ട് എഴുന്നള്ളിച്ചതാണ്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്. നമ്മളെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ആ സംഘടനയുടെ ആളാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരി. ഞാനിത് വളരെ മുമ്പേ എൻ്റെ പല ലേഖനങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ മലബാറിലെ മുസ്ലിം, അപ്പം നമുക്കറിയാവുന്ന കമ്മ്യൂണിറ്റിയാണല്ലോ മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ. ഇവരുടെ ഇടയിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വളരെ ശക്തമാണ്. അതിന് പ്രധാനം ഈ ഗൾഫ് മൈഗ്രേഷന് ശേഷം നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ ഗതിയുണ്ട്. നന്നായി തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മൾ നല്ല ഭക്ഷണം പോയാണ് നമ്മൾ നന്നായിട്ട് ആളുകളെ ചിരിക്കുകയും ചെയ്യും. പക്ഷേ അല്ല, മലബാറിൽ ഇത് കൂടുതലാണ്. അഭിലാഷിന് അറിയാലോ. സാധാരണ എല്ലാ മലയാളിക്കും അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് നല്ല ദാരിദ്ര്യവും നല്ല കഷ്ടപ്പാടൊക്കെ സൗത്തിലോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുസ്ലിംസിനിടെ പൊതുവെ ഇങ്ങനെ ഒരു പല കാര്യങ്ങളും അത് ഒന്നും നെഗറ്റീവായിട്ട് നേടിയെടുത്തല്ല, പോസിറ്റീവായിട്ട് നേടിയെടുത്താണ്. ഒരു ഭക്ഷണ വിപ്ലവത്തിൻ്റെ കാലഘട്ടം 90s വന്നിട്ടുണ്ട്. അപ്പം 90s തുടക്കത്തിൽ കോഴിക്കോട് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് നമ്മളെ സാഗർ ഹോട്ടൽ, പിന്നെ ടഫ്ലാസ്, അങ്ങനെ 3-4 ഹോട്ടലിന്, നമ്മളെ താത്താൻ്റെ ഹോട്ടൽ, പിന്നെ ബോംബെ ഹോട്ടൽ, ഇങ്ങനെ 4 ഹോട്ടലുകളാണ്. ഇപ്പം നിങ്ങൾ പോയി നോക്കൂ, കോഴിക്കോട് തന്നെ കൊള്ളാവുന്ന 50ഓളം ഹോട്ടലുകളുണ്ട്. അപ്പം നമുക്ക് പലതിൻ്റെ പേര് പോലും അറിയില്ല. തിരുവനന്തപുരത്താണ് ഭക്ഷണ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പലതിനും പിന്നിൽ മലബാറിലുള്ള മുസ്ലിംസാണ്. ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരികയും അതിന്
ഈ മുസ്ലിംസിൻ്റെ പ്രശ്നം ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് ജിമ്മിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ജിമ്മിലൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല പലപ്പോഴും ജിമ്മിൽ കൊടുക്കുക. ഞാൻ പലപ്പോഴും പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ജിമ്മിൽ പലപ്പോഴും വളരെ ഹെവി ആയിരിക്കും. അതിന് തന്നെ മാസം 500 രൂപ വെച്ച് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ആദ്യം 1000 രൂപ കൊടുക്കണം. പിന്നെ നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ട്രെയിനർ വേണമെങ്കിൽ അതിന് 5000 തൊട്ട് 50,000 വരെ പല റേഞ്ചുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നത്. ആ മൂവ്മെൻറ്റ് ആ രീതിയിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ ഇതിന് SDPI ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നില്ല. SDPI ആയിട്ട് ബന്ധപ്പെട്ട സൗത്തിലാണ് വരേണ്ടത്. അഭിലാഷിന് എന്താ പറയുക, SDPI PFI മൂവ്മെൻറ്റ് ഏറ്റവും ശക്തമായിട്ടുള്ള സൗതേൺ കേരള, സെൻട്രൽ കേരളയിലാണ്. മലബാറിൽ ഇത് അത്ര ശക്തമൊന്നുമല്ല. ഇപ്പോൾ ബാലുശ്ശേരി എൻ്റെ നാടാണ്. അവിടെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നവരെ ഞാനൊരു SDPIക്കാരനെ കണ്ടില്ല. ഇപ്പോൾ 1-2 പയ്യന്മാരുണ്ടെങ്കിലും ഉണ്ടോ, അത്രയേ ഉള്ളൂ. അപ്പം ആ പറയുന്നതിൽ അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇതില്ല. പക്ഷേ ഏതൊരു മൂവ്മെൻറ്റിലും ആർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് നോക്കി, അത് എല്ലാ മേഖലയിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടിയിരുന്ന് സംസാരിക്കാൻ. അത് ചെയ്തിട്ടില്ല. ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് അപ്പോഴും എൻ്റെ ഒരു സംശയം, ഞാനത് നേരത്തെയും ചോദിച്ചതാണ്, ഹസ്കറിനോട് ചോദിച്ചതാണ്. ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു SDPIയുടെ ബൂത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ SDPIയുടെ ഏതോ ഒരു ഭാരവാഹിയോ ആവട്ടെ, അയാൾ ഇതിന്റെ കൂടെ വ്യായാമം ചെയ്യാൻ പോയി എന്ന് വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അതിൽ പല പാർട്ടിക്കാർ വരില്ലേ സ്വാഭാവികമായിട്ടും. അത് നുഴഞ്ഞുകയറ്റം എന്നുള്ള നിലയിൽ കാണണോ? അല്ല അഭിലാഷ്, നമുക്ക് നുഴഞ്ഞുകയറ്റം എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഇടതുപക്ഷക്കാർക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷം ഇന്ത്യയിൽ രൂപം കൊണ്ടുവന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാലോ. പല സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇപ്പോൾ AKG ഒക്കെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നത്, കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി അന്ന് ഹിന്ദുത്വവാദികളൊന്നും വന്നിട്ടില്ല, അങ്ങനെയുള്ള സവർണരാണോ എന്നൊന്നും നോക്കാതെ വീട് ഇല്ലാത്തവന് വീട് ഉണ്ടാക്കി കൊടുക്കുക, കെട്ടിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. അപ്പോൾ ആ രീതി ആ പ്രസ്ഥാനത്തിനറിയാം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രസ്ഥാനം പെട്ടെന്ന് ഉണ്ടായി വരുമ്പോൾ അത് പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി കോഴിക്കോട് എന്ന പാർട്ടിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം ബാലുശ്ശേരിയാണ് മാഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, എൻ്റെ നാടാണ്. അതൊക്കെ പാർട്ടിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഇങ്ങനെ പ്രസ്ഥാനം പൊടുന്നതിനെ അങ്ങോട്ട് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായൊരു സംശയം ഉണ്ടാകും. കാരണം പാർട്ടിക്ക് അറിയാം എങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാവുക. പക്ഷേ അതെന്ത് ചെയ്യണം, അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് അങ്ങനെയുള്ള എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടണം. ഞാൻ മനസ്സിലാക്കിയുള്ള ഇപ്പോൾ സംസാരിച്ച ഇവരാരും തന്നെ അത്തരം എലിമെന്റ്സ് അല്ല. ഇതിൽ എനിക്കൊന്ന് നേരത്തെ സംസാരിച്ച അദ്ദേഹം AP ഉസ്താദിൻ്റെ ആളാണെന്ന് തോന്നുന്നു. ഇതുണ്ടാക്കിയ മുൻ സൈനിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ഇത്രയും ലിങ്ക്സ് ഉണ്ട് എന്ന് സോഫ നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു തെളിവോ ഒന്നും ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഒന്നും ഇല്ലാതെ ഈ രീതിയിലൊരു പ്രസ്താവന നടത്തുന്നത് ശരി. അത് ഇത് ഗുണം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക തന്നെയാണ്. കാരണം അവരൊക്കെയാണ് കണ്ടതിന് മൊത്തം ഇസ്ലാമോഫോബിയ, ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതിനൊക്കെ ഒരു സാധൂകരണം നൽകുന്ന രീതിയിൽ മുസ്ലിങ്ങളെ ഒരു പേടിപ്പിക്കുന്ന രീതിയിലായിപ്പോയത്. ശരി, അതാണ് ശ്രീ ഹസ്കർ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ പർവ്വതീകരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സംഘടനയിലെ ഏറ്റവും വലിയ സംഘടനയൊന്നുമല്ല, താരതമ്യേന ചെറിയ സംഘടനയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഒന്നുമില്ല അവർക്ക് മാധ്യമങ്ങളും നറേറ്റീവ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം മുഖ്യധാര സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ അല്ല. പക്ഷേ എല്ലാ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത വലിയ വലിപ്പം കൽപ്പിച്ചു കൊടുക്കുകയാണോ CPM? അഭിലാഷ്, അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വളരെ നിഷ്കളങ്കമായി അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനാവില്ല. കേരളത്തിലെ പൊതു ഇടങ്ങളിൽ പ്രബലമായ 2 മാധ്യമങ്ങൾ, ഒരു പത്രമടക്കം ഒരു ടെലിവിഷൻ മീഡിയ അടക്കം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു മാധ്യമമാണ്. മാത്രമല്ല കേരളത്തിലെ സാഹിത്യം, സാംസ്കാരിക മേഖലകളിൽ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തി കാണിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന മാധ്യമം വാരികയടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായി എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അജണ്ടയുള്ളവരും ലോകത്താകമാനമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹചര്യങ്ങൾ ബംഗ്ലാദേശ് മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതും ആണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് ലീഗിനും UDFനും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത് UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുണ്ടാക്കുക എന്ന പണിയെടുക്കലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനല്ല. ചുവടുമാറ്റം നേരത്തെ ഇരുപക്ഷത്തെയും
ഒരേപോലെ ഒരേ ദൂരപരിധിയിൽ നിർത്തിയിരുന്നവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 1996 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയ്ക്കാനുള്ള നിലപാടിനെ മുക്തകണ്ഠം പ്രശംസിച്ച് ദേശാഭിമാനി ഇത് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2011 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജമാഅത്തെ ഇസ്ലാമി LDF-നെയാണ് പിന്തുണച്ചത്. ഇപ്പൊ അവർ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. ഒരു നിർണായകമായ ചുവട് മാറ്റം ജമാഅത്തെ ഇസ്ലാമി നടത്തി. UDF-ന്റെ ആക്റ്റീവായ സപ്പോർട്ടേഴ്സ് ആണ് അവർ. അതിൽ സംശയമൊന്നുമില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുവട് മാറ്റം എന്നുള്ള വാക്ക് കറക്റ്റ് ആണെന്ന്. സമദൂര സിദ്ധാന്തം അടക്കം പലപ്പോഴും സമദൂര സിദ്ധാന്തം പലപ്പോഴും സമദൂര സിദ്ധാന്തം എടുത്തിട്ടില്ല. അല്ല അതിലിപ്പോ എന്തിനാ കുറ്റബോധം? അന്ന് അവര് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. കുറ്റബോധം വരുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് മാത്രമല്ല. അങ്ങനല്ല കേരളത്തിലെ അങ്ങനല്ല കേരളത്തിലെ എന്ത് കുഴപ്പമൊന്നുമല്ല. രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ കുഴപ്പം നാം കാണേണ്ടത്. അവരുടെ പ്രവർത്തന ശൈലികളുടെ കാര്യത്തിൽ കുഴപ്പം കാണണമല്ലോ. ആ കുഴപ്പം കാണുമ്പോൾ വിമർശിക്കപ്പെടും. ആ വിമർശനത്തെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഇടപെടലുകളെ സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ട സാഹചര്യം. ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുകയല്ലേ? അല്ലാതെ എല്ലാ കാലത്തും സയ്യിദ് അബു അല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഗിന് എന്ത് സ്നേഹമാണ് വന്നത്. ആശയാചാര്യൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ആശയധാരയുമാണ്. 2011 ശേഷം പുതിയ നേതാവോ പുതിയ പാതയോ പുതിയ പ്രത്യയശാസ്ത്രമോ ഉണ്ടായിട്ടില്ല. LDF-നൊപ്പം നിന്നപ്പോഴും ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുമ്പോഴും ഒക്കെ ഒരേ പ്രത്യയശാസ്ത്രമാണ്. എന്റെ ചോദ്യം ഇതാണ്, സമസ്തയെ തടഞ്ഞി ജമാഅത്തിന് എടുക്കാൻ കാരണം എന്ത്? അന്നെടുത്തത് എന്തുകൊണ്ട്? അതിന് മറുപടി പറയാം അസ്കർ. അങ്ങനല്ലേ? അല്ല, കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിർണായകമായ സ്വാധീനം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതാണല്ലോ അങ്ങേക്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് സമസ്തയെക്കാളും വലിയ ഇഷ്ടം തോന്നാനുള്ള കാരണം. സ്വീകരിക്കുന്നതിന്റെ കാരണമാണല്ലോ. അപ്പൊ ആ രീതിയിൽ അതിനങ്ങനെ കണ്ടാ മതിയെന്നേ. ഞാൻ പറഞ്ഞാൽ മതിയോ? അല്ല, സമസ്തയെക്കാളും ജമായത്തിനെ നിങ്ങൾ പരിഗണിക്കാൻ കാരണം എന്ത് എന്ന എന്റെ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി. ഷാഫിചാര്യത്തിന് ഉത്തരം കിട്ടാത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ അത്? അതാത് കാലങ്ങളിൽ ഏത് ഭരണകക്ഷിയാണോ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും അതിലെ താക്കോൽ സ്ഥാനങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ആരെയാണ് തെരഞ്ഞെടുത്തത്? LDF-ന്റെ കാലത്ത് തുടർച്ചയായി കാന്തപുരം AP വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളല്ലേ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് വരുന്നത്. നിങ്ങളുടെ കാലത്ത് നേരെ തിരിച്ചും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കും, CPM-ന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവരും കൊടുക്കും. ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുമുന്നണിക്ക് ഒപ്പമായിരുന്നത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ഥാനം കിട്ടി. ഇത്രയല്ലേ ഉള്ളൂ ശ്രീ ഷാഫിചാരി. അതിൽ വലിയ എന്തെങ്കിലും മനസ്സിലാകായികയുണ്ടോ? അതാണ് അസ്കർ പറഞ്ഞ പ്രശ്നം തീർത്തില്ലേ? പറയൂല്ലോ എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടിയാൽ പോരെ. അവിടെയാണ് ഞാൻ പറയട്ടെ. ഞാൻ സമ്മതം ചെയ്യാം. എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ. അതായത് ഇപ്പൊ RSS ഇതേ ഒരുപാട് പരിശീലനം നടത്തുന്നു. അവിടെ പോയി ജോയിൻ ചെയ്യാൻ എനിക്ക് കഴിയോ? എന്നെ അവർ കൂട്ടൂല. എന്നാൽ നാളെ 2 RSS-കാരോട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെയുള്ള ഈ മാക്സവനിൽ പോയിട്ട് 4 RSS-കാരോട് പോയിട്ട് ഞങ്ങൾ അതിൽ കൂട്ടുമെന്ന് ചോദിക്കാൻ പറയും. അവര് കൂട്ടും. ശരി, ഇനിയിപ്പോ STP-ക്കാരെ അതിലുണ്ട് കൂട്ടുക. എന്താ അവിടെ 2 വർത്താനാണുള്ളത്. ഒന്ന് ഗുഡ് മോർണിംഗ് പറയും, അവസാനം താങ്ക് യു പറയും. അതിനിടയിൽ ശ്വാസം വലിക്കാൻ പറയാതെ STP-ക്കാരെ ഓനും ശ്വാസം വലിക്കണം, ശ്വാസം വിടാൻ പറഞ്ഞാൽ വിടണം. ശരി, ഇവിടെ അത്രേ ഉള്ളൂ. അതില് വേറെ ഒന്നുമില്ല. ഇത് അനാവശ്യമായി ഭീതി ഉണ്ടാക്കാണ്. CPM അപകടം നിറഞ്ഞ അപകടമുള്ള രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ലീഗിന്റെ ചർച്ചയിലേക്ക് വേണ്ട. ഇവിടെ ശ്രീ അസ്കർ, എനിക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അറിയാനുള്ളത് ഈ വിവാദങ്ങൾ മോഹൻ മാഷ് എന്തായാലും പിന്മാറി. MEC7-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പുസ്തകം അടച്ചു വെക്കുന്നത് പോലെ അടച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞോ? ഇനി ഈ വിഷയമില്ലേ? അഭിലാഷ്, ഇതിൽ അതുകൊണ്ടാണ് ഇതൊരു വലിയ അപകടകരമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം ഇപ്പോൾ ഇതിൻ്റെ വിത്തിട്ടതുകൊണ്ട് ഇത് കൊയ്യാൻ പോകുന്നത് സംഘപരിവാറാണെന്നുള്ള ബോധം CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി. ആ ജാഗ്രത ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ അപകടം പതിയിരിക്കുന്നത്. ഇവിടെ CPM നേതാക്കന്മാർ വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്നുള്ള വിമർശനമാണ് ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. അത് അത്തരത്തിൽ ഇടപെടുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും ഇസ്ലാമോഫോബിയ പരത്തുന്നത് ഇടതുപക്ഷമാണെന്നും CPM ആണെന്നും വരുത്തി തീർക്കുന്നതിനും വിമർശകർ ശ്രമിക്കുകയും ആ വിമർശകരുടെ ശ്രമത്തിൻ്റെ
തുടർച്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ശരി. ഇതൊരു അടഞ്ഞ അധ്യായം മാത്രമാണ്. കാരണം ഇത് ഇനി തുടർന്ന് പോകേണ്ട ആവശ്യകത ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് ഇപ്പോ CPM അടച്ചാൽ അടയുമോ? ഇപ്പോ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാണ്, BJPയുടെ IT സെല്ല് ഇതുമായി ബന്ധപ്പെട്ട ട്വീറ്റുകൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തെ പൈശാചികവൽക്കരിക്കാൻ പല കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഇതേ വ്യായാമത്തിന്റെ രൂപത്തിൽ പുതിയ സ്ലീപ്പിംഗ് സെല്ലുകൾ വരുന്നു എന്ന മട്ടിലുള്ള ക്യാമ്പയിൻ ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ ഇത് CPM അടച്ചത് കൊണ്ട് അടയുന്ന അധ്യായമാണോ? അല്ല, നമ്മുടെ നാട് ഈ വർഗീയവൽക്കരിക്കപ്പെടാതിരിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായം, അതിലെ വിവിധ ജാതികൾ, ഇവരെല്ലാം വളരെ സെക്കുലർ ആയതുകൊണ്ടാണ്. അവരെ ഒരു ദിവസം എളുപ്പം പറഞ്ഞ് പറ്റിക്കാനോ പറഞ്ഞ് ഇളക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഈ സെക്കുലർ പാർട്ടികളുടെ പലപ്പോഴും നടത്തുന്ന ഇടപെടലുകൾ സെക്കുലർ ആയിട്ടുള്ള ഹിന്ദുവിനെ പോലും കമ്മ്യൂണലായി ചിന്തിപ്പിക്കുന്ന രീതിയിലായി പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെടുന്നത് ഈ സെക്കുലർ പാർട്ടികൾക്ക് നല്ലതാണ്. അല്ലെ സെക്കുലർ പാർട്ടികൾ ഇല്ലാതെ പോവുകയും അവരുടെ സ്ഥാനത്ത് കമ്മ്യൂണൽ പാർട്ടികൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. അത് ഇവർ മനസ്സിലാക്കിയെന്ന് വളരെ നല്ലത്. പിന്നെ കണ്ടതിന് മൊത്തം ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്കെടുത്ത് വെറുതെ ഉപയോഗിക്കരുത്, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ്. ഇത് പലരും അർത്ഥം അറിയാതാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുത്വം എന്ന് അർത്ഥം അറിയാതെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇസ്ലാമോഫോബിയ എന്നുള്ള അർത്ഥം അറിയാതാണ് ഉപയോഗിക്കുന്നത്. അർത്ഥം അറിഞ്ഞ് ഉപയോഗിക്കാൻ ആളുകൾ പഠിക്കണം. ശരി, ശ്രീ ഷാഫി ചാലിയം. അതായത് ഇന്ന് ഡൽഹി എഡിഷൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയുണ്ട്, ഞങ്ങൾക്ക് അയച്ചു തന്നു. ഒരുപക്ഷെ നാളെ ദേശീയ ദിനപത്രത്തിൽ ഉത്തരേന്ത്യയിൽ മൊത്തത് വരും. ഇവിടെ CPM പോലും മുസ്ലിം കൂട്ടായ്മ, ഇത്തരം അപകടം നിറഞ്ഞ മുസ്ലിം കൂട്ടായ്മയുടെ ഭവിഷ്യത്തുകൾ CPM പോലും തിരിച്ചറിഞ്ഞു എന്ന രീതിയിലാണ് ആ വാർത്ത പോകുന്നത്. ഇത് എവിടേക്കാ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുസ്ലിങ്ങളുടെ പിറകിൽ സൈക്കിൾ എടുത്ത് നിരന്തരമായി CPM കൂടാൻ. എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കാസർഗോഡുള്ള സംഘടനകൾ അവരൊക്കെ നൊയിഞ്ഞുകയറി നടത്തുന്ന പ്രവർത്തനങ്ങളെ CPM മിണ്ടുന്നില്ല. അതൊക്കെ CPM-ന് അനുകൂലമാവും. അതിനൊരു പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി CPM ആണെന്ന കാര്യത്തിൽ അവർ മൗനം പാലിപ്പിക്കുക. എന്നാൽ നിരന്തരമായി എന്തായാലും വർഗീയതയുടെ കാര്യത്തിൽ ആര് ഗുണഭോക്താവ് എന്നുള്ള കാര്യം നോക്കരുത് എല്ലാ പാർട്ടികളും. അതിൽ ഫക്രുദ്ദീൻ പറഞ്ഞ അഭിപ്രായമാണ്. എനിക്ക് സെക്കുലർ പാർട്ടികൾ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും പരിധി വിട്ട് സംസാരിക്കരുത്, വളയം വിട്ട് ചാടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത താങ്കൾ പറഞ്ഞു, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലാണ് അത്. പക്ഷേ എല്ലാ വശങ്ങളും കവർ ചെയ്യുന്ന ഈ സലാഹുദ്ദീൻ സാഹിബിന്റെ വിശദമായ വാക്കുകൾ ചേർത്തിട്ടുള്ള വളരെ ന്യൂട്രലായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയൊന്നും തോന്നാത്ത വാർത്തയാണ്. കൃത്യമായി എന്താണ് ഈ MEC7 എന്ന് വിശദീകരിക്കുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് ആ വാർത്ത കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഹേറ്റ് ഫാക്ടറികൾ ഉണ്ടല്ലോ, വ്യാജ വാർത്തകളും വിദ്വേഷവും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുറെ കൂടി മോശമാവും. പക്ഷേ മലയാളികൾക്ക് എന്തായാലും വിവേകമുള്ളതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കാം. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.